വചനമൊഴി ഉയർപ്പുകാലം 2-ാം ഞായർ. വചനഭാഗം ലേവ്യർ 26:1-13, ഏശയ്യ 44:1-8, 1 യോഹന്നാൻ 1:1-4, യോഹന്നാന്റെ സുവിശേഷം 20:24-31. ഈശോയിൽ സ്നേഹമുള്ളവരെ, 1501 കബ്രാൾ എന്ന പോർച്ചുഗീസ് നാവികന്റെ കൂടെ യൂറോപ്പിലെത്തിയ കൊടുങ്ങല്ലൂരുകാരൻ യൗസേപ്പ് എന്ന വൈദികൻ വെനീസിൽ വെച്ച് ഇന്ത്യയെപ്പറ്റി നൽകിയ വിവരണമടങ്ങുന്ന ഗ്രന്ഥമാണ് ഇന്ത്യ 15-ാം നൂറ്റാണ്ടിൽ എന്നത്. 1507 ഇറ്റാലിയൻ ഭാഷയിലും 1508 ലത്തീൻ ഭാഷയിലും തുടർന്ന് വ്യത്യസ്ത യൂറോപ്യൻ ഭാഷകളിലും ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ കേരള സഭയിലെ തിരുനാളുകളെക്കുറിച്ച് നൽകുന്ന വിവരണത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് 8-ാം ദിവസം വർഷം മുഴുവനുമുള്ള തിരുനാളുകളെക്കാൾ വലിയ തിരുനാൾ അവർ ആഘോഷിക്കുന്നു. വിശുദ്ധ തോമാശ്ലീഹ ആ ദിവസം മിശിഹായുടെ മാറിൽ തൊടുകയും അവിടുന്നൊരു ഭൂതമല്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ട് തങ്ങൾ അങ്ങനെ ചെയ്യുന്നുവെന്ന് അവർ പറയുന്നു. പൗരാണിക കാലം മുതൽ മാർത്തോമാ ക്രിസ്ത്യാനികൾ വലിയ തിരുനാളായി ആചരിച്ചിരുന്ന ഒന്നാണ് പുതുഞായർ. ഉത്ഥിതനായ മിശിഹായുടെ പ്രത്യക്ഷപ്പെടലുകൾ ധ്യാനിക്കുന്ന ദിവസങ്ങളാണ് ഉയർപ്പുകാലം. ഉത്ഥിതനായ മിശിഹായെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുന്ന അവസരമാണ് പുതുഞായർ. ലേവ്യരുടെ പുസ്തകത്തിൽ മോശയിലൂടെ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. ദൈവം പറയുന്നു, ഞാൻ കർത്താവാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ യാഹ്വേയാണ് എന്നാണ്. യാഹ്വേ എന്നത് കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ നാമമാണ്. ആ ദൈവവുമായാണ് ഇസ്രായേൽ ജനം ഉടമ്പടിയിൽ ഏർപ്പെട്ടത്. ഉടമ്പടിയിലൂടെ ഇസ്രായേലിന് സ്വന്തമായ ദൈവിക നാമമാണ് യാഹ്വേ എന്നത്. ആ നാമം ഇസ്രായേലിയർ ഉച്ചരിച്ചിരുന്നില്ല. അതിനു പകരം നാഥൻ, കർത്താവ് എന്നർത്ഥം വരുന്ന അദോണായി എന്നാണ് ഉച്ചരിച്ചിരുന്നത്. യാഹ്വേ എന്ന നാമത്തിന്റെ അർത്ഥം ആയിരിക്കുന്നവൻ എന്നാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമാണ് എന്ന് പരിചയപ്പെടുത്തുന്നു. തുടർന്ന് മോശ ദൈവത്തിന്റെ പേര് എന്തെന്ന് ചോദിച്ചപ്പോഴാണ് ദൈവം പറഞ്ഞത് എഹിയെ അഷേർ എഹിയെ. അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഞാൻ എന്തായിരുന്നോ അത് ഇനിയും ആയിരിക്കും എന്നാണ് ദൈവിക വെളിപ്പെടുത്തലിന്റെ രത്നച്ചുരുക്കം. അതായത് ഇപ്പോൾ മോശയോടുകൂടി ആയിരിക്കുന്നവൻ പൂർവ്വപിതാക്കന്മാരോടുകൂടി ആയിരുന്നവനും ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ആകുന്നവനുമാണ്. യാഹ്വേ ഇന്നലെയുടെയും ഇന്നിന്റെയും നാളെയുടെയും ദൈവമാണ്. അവിടെ നിന്നും ആയിരിക്കുന്നവനായ ദൈവമാണ് എന്ന വെളിപ്പെടുത്തലാണ് മോശയിലൂടെ നൽകുന്നത്. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുമുള്ള ഇന്നത്തെ തിരുവചന വായനയിൽ ഇക്കാര്യമാണ് കർത്താവ് മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവവും കർത്താവുമായിരിക്കുന്നവന്റെ നിയമങ്ങൾ അനുസരിച്ചും കൽപ്പനകൾ പാലിച്ചും ജീവിക്കണമെന്ന് മോശ ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിക്കുന്നു. കാരണം അവിടുന്നാണ് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതും ദേശത്ത് സമാധാനം സ്ഥാപിക്കുന്നത്. യാഹ്വേ എന്ന നാമത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നതും അവിടുന്ന് മാത്രമാണ് ഇസ്രായേലിന്റെ ദൈവമെന്നും പ്രഖ്യാപിക്കുന്നതുമായ ദൈവവചന ഭാഗമാണ് ഏശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്നും വായിക്കുന്നത്. ഏശയ്യാ പ്രവാചകന്റെ പേരിൽ ബൈബിളിലുള്ള പുസ്തകം 1-ാം ഏശയ്യ, 2-ാം ഏശയ്യ, 3-ാം ഏശയ്യ എന്നിങ്ങനെ 3ആയി തിരിച്ചിരിക്കുന്നു. 1-ാം ഏശയ്യ മിശിഹായ്ക്ക് മുൻപ് 8-ാം നൂറ്റാണ്ടിൽ ജെറുസലേമിൽ പ്രവചിച്ച ഒരു പ്രവാചകനാണ്. യൂദാ രാജാക്കന്മാരായ ഉസിയ, യോഥാം, ആഹാസ്, എസക്കിയ എന്നിവരുടെ കാലത്ത് ദൗത്യം നിർവഹിച്ചയാളാണ് 1-ാം ഏശയ്യ. ഈ രാജാക്കന്മാരെല്ലാം 8-ാം നൂറ്റാണ്ടിന്റെ 2-ാം അർദ്ധത്തിൽ ഭരണം നടത്തിയവരായിരുന്നു. പ്രവാചകന് ദൗത്യം ലഭിക്കുന്നത് ദൈവാലയത്തിൽ വെച്ചാണ്. അതായത് ജെറുസലേം നശിപ്പിക്കപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം ദൗത്യം നിർവഹിച്ചു. 2-ാം ഏശയ്യയുടെ പ്രവർത്തന കാലഘട്ടം 6-ാം നൂറ്റാണ്ടാണ്. ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. യൂദാ നിവാസികൾ ബാബിലോണിലാണെന്ന സൂചനയും
ജെറുസലേം അധികം താമസിയാതെ പുനരുദ്ധരിക്കപ്പെടുമെന്ന പ്രത്യാശയും നൽകപ്പെടുന്നുണ്ട്. മൂന്നാം മെസ്സിയ അടിമത്തം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമുള്ള പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണ്. അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന് പ്രത്യാശ നൽകുന്ന വചനങ്ങളാണ് രണ്ടാം മെസ്സിയായുടെ ഭാഗമായ 44-ാം അധ്യായത്തിന്റെ പ്രതിപാദ്യം. ഇസ്രായേലിനെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി ഏറ്റുപറയുകയാണ് ഈ വചനഭാഗത്ത്. എന്റെ ദാസനായ യാക്കോബെ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ എന്ന് വിളിച്ചിരിക്കുന്നത് ഇസ്രായേൽ ജനത്തെ മുഴുവനുമാണ്. സൃഷ്ടാവും പരിപാലകനുമായ യാഹ്വേയാണ് ഇസ്രായേലിന്റെ ദൈവം. അവിടുന്ന് അറിയപ്പെടുന്നത് ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് എന്നാണ്. യാഹ്വേ ആണ് സത്യദൈവവും ഏകദൈവവും എന്ന് പ്രഘോഷിക്കുകയാണ് ഏശയ്യാ പ്രവാചകൻ ചെയ്യുന്നത്. ഉയർത്തെഴുന്നേറ്റ മിശിഹ സ്ലീഹന്മാർക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ അപ്പസ്തോലനായ തോമസ് അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. തോമസ് തിരിച്ചു വന്നപ്പോൾ മറ്റ് സ്ലീഹന്മാർ മിശിഹായെ കണ്ട കാര്യം തോമസിനോട് വിവരിക്കുന്നതും മിശിഹായെ കാണണമെന്ന തോമായുടെ തീവ്രമായ ആഗ്രഹവും തോമസിന് 8-ാം ദിവസം മിശിഹ പ്രത്യക്ഷപ്പെടുന്നതുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. തോമസ് സ്ലീഹ വന്നപ്പോൾ മറ്റു ശിഷ്യന്മാർ പറയുന്നത് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാണ്. ഉത്തിതനായ മിശിഹായെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവും ദൈവവുമായി സ്ലീഹ ഏറ്റുപറയുകയാണ്. തോമസ് സ്ലീഹായും ഉത്തിതനായ മിശിഹായെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവും ദൈവവുമായി ഈശോയെ ഏറ്റുപറയുകയാണ്. പഴയ നിയമ വായനകളിൽ ദൈവത്തെ വിളിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന കർത്താവും ദൈവവും എന്ന വാക്കാണ് ഈശോയെ വിളിക്കുന്നതിന് തോമസ് സ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നത്. മിശിഹായിൽ ദൈവിക വെളിപ്പെടുത്തലുകൾ അതിന്റെ പൂർണ്ണതയിലുണ്ട് എന്നതും കർത്താവും ദൈവവുമായിരിക്കുന്നവനാണ് മനുഷ്യനായി അവതരിച്ചതും പീഡകൾ സഹിച്ച് മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും, ആ വിശ്വാസമാണ് തോമസ് ഏറ്റുപറയുന്നതും പ്രഘോഷിക്കുന്നതും. തോമസ് സ്ലീഹ ചെയ്തതുപോലെ തന്നെ തങ്ങൾ അനുഭവിച്ച കർത്താവിനെ പ്രഘോഷിക്കുകയാണ് മറ്റ് സ്ലീഹന്മാരും ചെയ്തിരുന്നത്. യോഹന്നാൻ സ്ലീഹായുടെ ലേഖനത്തിലൂടെ പങ്കുവയ്ക്കുന്നത് ഇക്കാര്യമാണ്. ആദ്യം മുതൽ ഉണ്ടായിരുന്നത് എന്ന് യോഹന്നാൻ സ്ലീഹ എഴുതുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്കും വിശുദ്ധ ബൈബിളിന്റെ തന്നെ ആദ്യ വചനത്തിലേക്കും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. എൻ ആർഹെ എന്ന ഗ്രീക്ക് പദത്തോടെയാണ് യോഹന്നാന്റെ സുവിശേഷവും ഉൽപ്പത്തി പുസ്തകവും ആരംഭിക്കുന്നത്. എൻ ആർഹെ എന്നതിന്റെ അർത്ഥം ആദിയിൽ എന്നാണ്. ആദിയിൽ എല്ലാറ്റിനെയും സൃഷ്ടിച്ച വചനമാണ് എന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്നും ആ വചനം ദൈവമായിരുന്നുവെന്നും വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു എന്നും യോഹന്നാൻ സുവിശേഷം ആദ്യ അധ്യായത്തിൽ വിവരിക്കുന്നു. മാംസം ധരിച്ച് മനുഷ്യനായി ജീവിച്ച് പീഡാസഹന കുരിശുമരണ ഉത്ഥാന സംഭവങ്ങളിലൂടെ കടന്നുപോയ മിശിഹായെ കണ്ട തോമസ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രഖ്യാപിക്കുകയാണ് ആ മിശിഹ കർത്താവും ദൈവവുമാണ്. ഇക്കാര്യമാണ് യോഹന്നാൻ സ്ലീഹ സംക്ഷിപ്തമായി വിവരിക്കുന്നത്. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ലേഖനത്തിലൂടെ യോഹന്നാൻ സ്ലീഹ സമർത്ഥിക്കുന്നത് അപ്പസ്തോലന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന മിശിഹാനുഭവം സഭയെ രൂപപ്പെടുത്തുന്നു എന്നതാണ്. 4 കാര്യങ്ങളാണ് ലേഖനത്തിൽ പ്രത്യേകമായി പറയുന്നത്: മിശിഹ അനുഭവം, സ്ലീഹന്മാരുടെ അനുഭവം, സ്ലീഹന്മാരുടെ സാക്ഷ്യം, ദൈവൈക്യം. പുതുഞായർ ആചരിക്കുമ്പോൾ മാർത്തോമാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് തോമാസ് സ്ലീഹായിലൂടെ ലഭിച്ച ഈ 4 കാര്യങ്ങളാണ് ഇന്ന് പ്രത്യേകം അനുസ്മരിക്കുന്നത്. കർത്താവും ദൈവവുമായി മിശിഹായെ ഏറ്റുപറയുന്നതും തോമാസ് സ്ലീഹായെ പോലെ മിശിഹായ്ക്ക് സാക്ഷ്യം നൽകാനും തോമാസ് സ്ലീഹായിലൂടെ ലഭിച്ച ശ്ലൈഹിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനും അങ്ങനെ ദൈവൈക്യത്തിൽ ആയിരിക്കുവാനുള്ള സന്ദേശം യോഹന്നാൻ സ്ലീഹായുടെ ലേഖനത്തിൽ നിന്നുമുള്ള വചനഭാഗം നൽകുന്നു. മാർത്തോമാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മിശിഹാനുഭവ അസ്തിത്വത്തിന്റെ അടിസ്ഥാന ശിലയിട്ട ദിവസമാണ് പുതുഞായർ. അതിനാൽ തന്നെ ഏറ്റവും വലിയ തിരുനാൾ ദിവസമാണ് ഇത്. ആ ചൈതന്യം നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ചതുകൊണ്ടാണ്
15-ാം നൂറ്റാണ്ടിലെ ചരിത്ര വിവരണത്തിൽ നാം കണ്ടത് തിരുനാളുകളുടെ തിരുനാൾ എന്ന് ഈ ദിവസത്തെ വിളിച്ചിരിക്കുന്നത്. ഈ തിരുനാൾ ദിവസത്തിൽ തോമാസ് ശ്ലീഹായുടെ മക്കളായ നമ്മുടെ കടമ നമ്മുടെ പിതാവ് കാണിച്ചു തന്ന വിശ്വാസ തീഷ്ണതയും അത് പ്രഘോഷിക്കുവാനുള്ള ധൈര്യവും ഏറ്റെടുക്കുക എന്നതാണ്. നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് സ്ലീഹന്മാർക്ക് ധൈര്യം പകർന്ന മാർത്തോമാ ശ്ലീഹ മിശിഹായെ അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ നാട്ടിലേക്ക് മിശിഹാനുഭവം പങ്കുവെക്കുവാൻ എത്തിയതുപോലെ ഇനിയും മിശിഹായെ അറിഞ്ഞിട്ടില്ലാത്ത ഭാരത മക്കൾക്ക് മിശിഹായെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് വലിയ കടമയുണ്ട്. അതുപോലെ നമ്മുടെ പൂർവികർ കാത്തുപാലിച്ച ക്രൈസ്തവ ജീവിതമാർഗം ജീവിച്ചുകൊണ്ട് വരുന്ന തലമുറയ്ക്ക് വിശ്വാസം കൈമാറുവാനും നമുക്ക് സാധിക്കണം. മാർത്തോമാ മാർഗത്തിലൂടെ മുന്തിരിച്ചെടിയായ മിശിഹായോട് ചേർന്ന് നിൽക്കുവാനും ദൈവൈക്യത്തിലായിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.